ഹലോ ഗൈസ്, ഇന്നത്തെ പോലെ തന്നെ ഞാൻ വളരെ നേരത്തെ എഴുതിയിട്ടുണ്ട്. എന്താണെന്നറിയത്തില്ല, ഈ ഉറക്കമെന്ന് പറയുന്ന സാധനം എന്നെ വിട്ട് പോകുന്നതേ ഇല്ല. എത്ര ഉറങ്ങിയാലും എനിക്ക് മതിയാകത്തില്ല. കണ്ട എനിക്ക് ഇനിയും കിടന്നുറങ്ങിയാൽ കൊള്ളാമെന്നുള്ളത്. എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ വന്ന് കിടന്നപ്പോൾ 5 മണി കഴിഞ്ഞു. ഒന്നാമതേ ഉറക്കക്ഷീണം, അതിൻ്റെ ഇടയിൽ കൂടെ ഒരു വയറുവേദന. മാസത്തിൽ 7 ദിവസം ഞാൻ എന്നെ തന്നെ വെറുത്തു പോയി. ഈ സമയങ്ങളിലാണ് വല്ല ആണായിട്ട് ജനിച്ചാൽ മതിയെന്നോ അല്ലെങ്കിൽ പെണ്ണായിട്ട് എന്ത് ജനിച്ചെന്നോ ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നത്. ഇതാ ഉറങ്ങിക്കിടന്ന് എന്നെ പൊക്കി എഴുന്നേപ്പിച്ച് തീയെന്നറിയാം. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകാം. വളരെ നേരത്തെ എഴുന്നേറ്റത് കൊണ്ട് തന്നെ ഫുഡ് കഴിക്കാൻ പോകാൻ ഞങ്ങൾ കുറേ താമസിച്ചു ചെന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കറിയൊന്നും കിട്ടിയത് പോലുമില്ല. പിന്നെ ഞങ്ങൾ പാത്രം മേടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ റൂമിലെത്തിയപ്പോഴാണ് ഞങ്ങളുടെ ഫുൾ ടീം അവിടെ ഉണ്ടായിരുന്നു. സോ കുറച്ച് നേരം ഞങ്ങളങ്ങനെ മറ്റുള്ളവരെ കുറ്റം പറയാമെന്ന് വിചാരിച്ചു. എനിക്കാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ ഒടുക്കത്തെ വയറുവേദന മാത്രമായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇത് നടുവേദന, കൈവേദന, കാലുവേദന, തലവേദന, എന്തിന് പോരാഞ്ഞിട്ട് കണ്ണ് വേദന വരെ ഉണ്ട്. എക്സ്ക്യൂസ് മീ ലേഡി, യുവർ ഫോൺ വാസ് റിംഗിങ്. ഓ ദാറ്റ്സ് മൈ ബോയ് ഫ്രണ്ട് ഗൈസ്. ഈ വയ്യാതിരിക്കുന്നത് ഞാനിപ്പോൾ വെളിയിലോട്ട് ഇറങ്ങിച്ചല്ലായിരുന്നു. ഇൻസ്റ്റാമാർട്ടിൽ ഞാൻ എന്തോ ഓർഡർ ചെയ്ത് തന്നിട്ടുണ്ട്. അങ്ങനെ ഓർഡർ എൻ്റെ കയ്യിൽ കിട്ടി ഗൈസ്. ഓ മൈ ഗോഡ്, ഇറ്റ്സ് മൈ ഫേവറേറ്റ് ഐസ്ക്രീം ഗൈസ്. എനിക്ക് പീരീഡ്സ് ആയതുകൊണ്ട് എൻ്റെ ബോയ് ഫ്രണ്ട് എനിക്ക് വാങ്ങി തന്നതാണ് ഗൈസ്. ഓ മൈ ഗോഡ്, എനിക്കിങ്ങനെ ഇരിക്കുമ്പോൾ പ്രത്യേകത ഒരു എനർജിയാണ് ഗൈസ്. ഡാൻസ് കളിക്കാൻ, പാട്ടുപാടാൻ, റീൽസ് എടുക്കാനെല്ലാം. പക്ഷേ അവിടെ ഞാൻ തോറ്റുപോയി. എൻ്റെ HR എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഉടനെ അക്കാഡമിയിലേക്ക് വരാനെന്ന്. ഇനിയിപ്പോൾ പോയല്ലേ പറ്റൂ. അങ്ങനെ ഞാൻ ലിഫ്റ്റിൽ പോകാൻ നോക്കിയപ്പം എന്നത്തെ പോലെ തന്നെ ലിഫ്റ്റ് വരുന്നില്ല. സോ നമ്മളിനി എന്ത് ചെയ്യാം? സ്റ്റെപ്പ് ഇറങ്ങാം. സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് സ്റ്റെപ്പ് ഇറങ്ങി എൻ്റെ വെയിറ്റ് ഓർമ്മ. അങ്ങനെ അക്കാഡമിയിലെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ഇവളെന്നെ ഫുഡ് കഴിക്കാൻ വിളിക്കാൻ വന്നു. ഇവളെ കൊണ്ട് ഒരു ഉപയോഗമുണ്ട്. എല്ലാ ദിവസവും കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കാൻ വിളിക്കാൻ വരും. ഇന്ന് നമുക്ക് ചോറിനോട് ചിക്കൻ കറിയാണ് കേസ്. ചിക്കൻ കറി എന്ന് പറഞ്ഞിട്ട് കാര്യം എന്താ കേസ്, ഞാൻ എന്നത്തേക്കാളും കുറച്ചേന്ന് കഴിച്ചുള്ളൂ. റൂമിലെത്തിയപ്പോഴാണ് നല്ല മഴയും. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? കിടന്നുറങ്ങാം. അത് തന്നെ. ഓക്കേടാ ബേടാ.